പാകിസ്ഥാന് പിന്തുണയുമായി ചൈന, തുർക്കി, അസർബൈജാൻ. ഇന്ത്യയോട് വിരോധമുള്ള ചില രാജ്യങ്ങൾ കൂടി രഹസ്യമായി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു. പാകിസ്ഥാനെ പിന്തുണച്ച് പരസ്യമായി തുർക്കിയും ചൈനയും അസർബൈജാനും രംഗത്ത് വന്നു. എങ്കിലും ഇന്ത്യയെ ഇഷ്ടപ്പെടാത്ത ചില രാജ്യങ്ങൾ കൂടി രഹസ്യമായി പാകിസ്ഥാനെ പിന്തുണ അറിയിച്ചതായും രഹസ്യ വാർത്തകൾ വരുന്നു. പാകിസ്ഥാൻ ലോകത്തിലെ തന്നെ 10,000-കണക്കിന് ഭീകരരെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു വരുന്ന കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഇവരെ സംരക്ഷിച്ച് നിലനിർത്താൻ വേണ്ടി പാകിസ്ഥാന്റെ ആകെ വരുമാനത്തിൻ്റെ വലിയൊരു ശതമാനം തുകയും ചിലവാക്കി വരുന്നു. ഭീകരർക്ക് മാത്രം സുഖിച്ച് ജീവിക്കാൻ എല്ലാ ഭീകര കേന്ദ്രങ്ങളിലും ലക്ഷറി സംവിധാനങ്ങളാണ് ഉള്ളത്. സ്വിമ്മിംഗ് പൂളുകളും മിനി തിയേറ്ററുകളടക്കം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അടിച്ചു പൊളിച്ച് കഴിയാനുള്ള സൂപ്പർ റിസോർട്ടുകളെ വെല്ലുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും വാരിക്കോരി ചെലവാക്കുന്നു. ഭീകരരുടെ നേതാവിനും ശില്പന്തികൾക്കും അടക്കം പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ സംരക്ഷണം വേറെയും ഒരുക്കിയിരിക്കുന്നു. അവരുടെ നിർദ്ദേശമനുസരിച്ച് ഭീകരവാദി നേതാക്കൾ പറയുന്നത് അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യൻ അതിർത്തികളിൽ ബങ്കറുകൾ നിർമ്മിച്ചും മറ്റുമായി ആക്രമണം നടത്തി ഇന്ത്യൻ സേനയെ വകവരുത്തി പാകിസ്ഥാൻ സൈനിക ക്യാമ്പിൽ പോയി ഒളിക്കുകയാണ് പതിവത്രേ. ഇതിനു പുറമെയാണ് ബാലാകോട്ട്, പുൽവാമ പോലുള്ള അനവധി ആക്രമണങ്ങൾ നടത്തിയും ഇന്ത്യൻ സേനയെ ഇല്ലാതാക്കി വരുന്നു. ഒരു രാജ്യത്തിൻ്റെ അവരുടെ പട്ടാളത്തിൻ്റെയും സംരക്ഷണത്തിൽ ശത്രു രാജ്യത്തെ പിന്നിൽ നിന്ന് കുത്തി ആക്രമിച്ച് സ്ഥിരമായി പ്രവർത്തിച്ചു വരുന്ന മറ്റൊരു രാജ്യവും ലോകത്തിൽ വേറെ കാണുകയില്ല. ഇത്രയും തരംതാണ നിലവാരമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് അനവധി വർഷങ്ങളായി ലോകരാഷ്ട്രങ്ങൾക്ക് വ്യക്തമായി അറിഞ്ഞിട്ടും പരസ്യമായ ന്യായമായ ഒരു നിലപാട് സ്വീകരിച്ചു വരുന്നതിനായി കാണുന്നില്ല. ഭീകരരെ ഉപയോഗിച്ച് ഒളിപ്പോരാളികളെപ്പോലെ ഇന്ത്യയെ ആക്രമിക്കുന്ന നിലപാട് പാകിസ്ഥാൻ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ കള്ളക്കളികളും പിടിക്കപ്പെടുമ്പോൾ പച്ചക്കള്ളവും ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് മാനവും നാണവുമില്ലാതെ അന്താരാഷ്ട്ര വേദികളിൽ പോലും നുണക്കഥകൾ പ്രചരിപ്പിച്ചു വരുന്നതാണ് ജനങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. എല്ലാം കൊണ്ടും തകർന്ന് പിറകോട്ട് പോകുന്ന ഈ അവസ്ഥയിലും പാകിസ്ഥാന്റെ ശത്രുതയും അക്രമവാസനയ്ക്കും ഒരു കുറവുമില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിരപരാധികളെ ഭീകരരെ വെച്ച് വകവരുത്തി ആഹ്ലാദിക്കുന്ന നെറികെട്ട നിലപാടാണ് പാകിസ്ഥാൻ അവലംബിച്ചു വരുന്നതെന്നും പരക്കെ ആരോപണങ്ങളാണ് ഉയരുന്നത്. ഇന്ത്യയിലെ 27 വിമാനത്താവളങ്ങൾ അടച്ചിട്ടു. 430 സർവീസുകൾ റദ്ദാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തതിന് ശേഷം സുരക്ഷാ കാരണങ്ങളാൽ രാജ്യത്തെ 27 വിമാനത്താവളങ്ങൾ അടച്ചിട്ടു. ഇന്ത്യൻ വിമാന കമ്പനികൾ 430ഓളം സർവീസുകൾ റദ്ദാക്കിയതായും അറിയുന്നു. ഇന്ത്യ സർവ്വസജ്ജമാണ്. ആണവായുധ കമാൻഡും അതീവ ജാഗ്രതയിൽ വ്യോമ പട്രോളിംഗ് നടത്തി വരുന്നതായും ആണ് അറിയുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഏത് അക്രമ ഭീഷണിയും നേരിടാൻ ഇന്ത്യൻ സൈന്യം, കര, നാവിക വ്യോമസേനകൾ സജ്ജമായി കഴിഞ്ഞു. നാവികസേന അറബിക്കടലിലും കരസേന യൂണിറ്റുകൾ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ശക്തരായി കഴിഞ്ഞു. വ്യോമസേന യുദ്ധവിമാനങ്ങൾ അതിർത്തിയിലും പട്രോളിംഗ് നടത്തി വരുന്നു. ഇന്ത്യക്കെതിരെ തിരിച്ചടിക്കാൻ ലാഹോറിൽ വൻ പടയൊരുക്കമാണ് നടത്തിവരുന്നതാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടയിൽ ലാഹോറിൽ തുടർ സ്ഫോടനങ്ങൾ നടന്നു വരുന്നു. ഇതിനകം 3 സ്ഫോടനങ്ങൾ നടന്നു കഴിഞ്ഞതായി പറയുന്നു. തുടർച്ചയായി സൈറൺ മുഴക്കിയതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പഞ്ചാബ് പ്രവിശ്യയിലെ ഓൾട്ടൺ റോഡ് പരിസരത്ത് സ്ഫോടനം നടന്നതായി പറയുന്നു. സ്ഫോടനത്തിൻ്റെ കാരണമൊന്നും അറിയുന്നതായി പറയുന്നില്ലെങ്കിലും റോയിറ്റേഴ്സ് പാക് പ്രദേശങ്ങളിലെ മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് അറിയുന്നത്. ജനങ്ങളെല്ലാം പരിഭ്രാന്തരാണ്. വോൾട്ടൺ വിമാനത്താവളത്തിന് സമീപമുള്ള ഗോപാൽ നഗർ, നസീറാബാദ് പ്രദേശങ്ങളിൽ നിന്നും ആണ് സ്ഫോടന ശബ്ദം കേട്ടതെന്ന് ജനങ്ങൾ കൂട്ടത്തോടെ
വീടുകളിൽ നിന്ന് റോഡിലേക്ക് ഓടിയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തത്, 70 ഭീകർ കൊല്ലപ്പെട്ടു, 60 പേർക്ക് പരിക്കേറ്റു. 24 മിസൈൽ ആക്രമണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. മസൂദ് അസറിന്റെ വീട് ഇന്ത്യ തകർത്തുവെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വരുന്നു. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ 13 പേർ മരിക്കുകയും 50 പേർക്ക് പരിക്കേറ്റതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പരിക്കേറ്റവരെ ജമ്മുവിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതായും അതിർത്തിയിൽ പാക് സൈന്യം പ്രകോപനം തുടരുകയാണ്. ക്രിപ്വാര, ബാരാമുള്ള, ഉറി, അഖ്നൂർ മേഖലകളിൽ വെടിവെപ്പ് നടത്തുന്നതായും അറിയുന്നു. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടി നൽകുന്നുണ്ടെന്ന് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണെങ്കിൽ സിന്ദൂർ ഓപ്പറേഷന്റെ അടുത്ത ഘട്ടമായി ബാക്കിയുള്ള ഭീകരരുടെ താവളങ്ങൾ കൂടി തകർക്കാൻ ഇന്ത്യൻ സൈന്യം തയ്യാറായി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കാന്തഹാർ വിമാനം റാഞ്ചിയ അബ്ദുൾ റൌഫ് അസ്ഫർ കൊല്ലപ്പെട്ടു. ജെയ്ഷെ മുഹമ്മദിന് കനത്ത നഷ്ടം. ഓപ്പറേഷൻ സിന്ദൂരിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിന്റെ സഹോദരൻ അബ്ദുൾ റൌഫ് അസ്ഹറും കൊല്ലപ്പെട്ടു. ജെയ്ഷെ മുഹമ്മദ് സുപ്രീം കമാൻഡറായ അബ്ദുൾ റൌഫ് അസ്ഹർ കാന്തഹാർ വിമാന റാഞ്ചലിന്റെയും പാർലമെന്റ് ആക്രമണത്തിന്റെയും സൂത്രധാരനായിരുന്നു. ബഹാവൽപൂരിലെ ജാമികൾ മസ്ജിദ് സുഹാനല്ല ഈ ആക്രമണത്തിൽ കുടുംബത്തിലെ 10 അംഗങ്ങളും 4 അടുത്ത കൂട്ടാളികളും കൊല്ലപ്പെട്ടതായി ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസ്ഹർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. മൂത്ത സഹോദരിയും ഭർത്താവും അനന്തരവനും ഭാര്യയും മരുമക്കളും ഉൾപ്പെടുന്നതായി അസ്ഹറിൻ്റെതായ അവകാശപ്പെടുന്ന പ്രസ്താവനയിലാണ് ഇതെല്ലാം അറിയിച്ചിരുന്നത്. ആക്രമണത്തിൽ അസ്ഹറിന്റെ അടുത്ത അനുയായികളും അമ്മയും മറ്റു 2 കൂട്ടാളികളും മരിച്ചു. ഈ ക്രൂരമായ പ്രവൃത്തി എല്ലാ അതിരുകളെയും ലംഘിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കരുണ പ്രതീക്ഷിക്കേണ്ടതും തിരിച്ചടിക്കുമെന്നും കഴിഞ്ഞ ദിവസം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. 1999 വിമാനത്തിലെ യാത്രക്കാരെ മോഹിപ്പിക്കാനായി ഇന്ത്യ വിട്ടയച്ച ഭീകരനെന്ന അസർ 2019 ഐക്യരാഷ്ട്ര സഭ അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നതുമാണ്. ഇന്ത്യയുടെ 15 സൈനിക താവളങ്ങൾ തകർക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കം തകർത്ത് നിലംപരിശാക്കി. ഓപ്പറേഷൻ സിന്ദൂർ തുടരും. ലാഹോറിലെ പാക് റഡാറുകൾ തകർത്ത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനമേ തകർന്നു. ചൈനീസ് നിർമ്മിത HQ-9 റഡാർ സംവിധാനമാണ് ഡ്രോൺ ഉപയോഗിച്ച് തകർത്തത്. S-400 വ്യോമ പ്രതിരോധമാണ് ഉപയോഗിച്ചത്. ഇന്ത്യയുടെ 15 സൈനിക കേന്ദ്രങ്ങൾ തകർക്കാനുള്ള പാകിസ്ഥാന്റെ മിസൈലുകൾ നിലം തൊടിയിക്കാതെയാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത്.